कि नेपाल का रुपया कोई प्रॉब्लम नहीं है, बांग्लादेश की करेंसी को कोई प्रॉब्लम नहीं है, पाकिस्तान की करेंसी को कोई प्रॉब्लम नहीं है, श्रीलंका की करेंसी को कोई प्रॉब्लम नहीं है। हमारे अड़ोस पड़ोस में छोटे 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 देशों को भी डॉलर के मुकाबले में कोई नुकसान नहीं हो रहा है। देश जानना चाहता है प्रधानमंत्री जी, ऐसा क्या कारण है कि आज अकेला हिंदुस्तान का रुपया डॉलर के मुकाबले गिरता ही चला गया और क्यों चला गया? മോദി മൻമോഹനോട് ചോദിച്ച ചോദ്യമാണ്. ഒരു 10 വർഷം മുമ്പ് ഇന്ത്യൻ രൂപ ഹോസ്പിറ്റലിലാണെന്നായിരുന്നു അന്നത്തെ ആക്ഷേപം. ആ രൂപയെ ചികിത്സിച്ച് ICUവിൽ കയറ്റാൻ സാധിച്ചതാണ് മോദിയുടെ ആകെയുള്ളൊരു നേട്ടം. മോദി വരുമ്പോൾ $1 59 ഇന്ത്യൻ രൂപ കൊടുത്താൽ മതിയായിരുന്നു. ഇന്ന് 83.64 ഇന്ത്യൻ രൂപ കൊടുക്കണം. അതായത് 2014 നിന്നും 40% ഇടിവ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങളുടെ കുട്ടി വിദേശത്ത് പഠിക്കുന്നുണ്ടെന്ന് കരുതുക. ഒരു 10 വർഷം മുമ്പായിരുന്നെങ്കിൽ മാസം അവർക്ക് ചെലവാകുക 1,77,000 രൂപയാണ്. ഇന്നത് 2,50,000 രൂപ ചെലവ് വരും. അത് ഫീസ് കൂടിയതിന്റെ അല്ല കേട്ടോ, നമ്മുടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞതിന്റെ ഫലമാണ്. എന്ന് വെച്ചാൽ മോദിയുടെ വികല നയം കൊണ്ട് നിങ്ങൾക്ക് ഓരോ മാസവും അധികം ചെലവാകുന്നത് 73,000 രൂപയാണെന്ന് സാരം. എന്നിട്ടും എന്തൊക്കെ തള്ളാണ്. വിശ്വഗുരു എന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ചാൽ പോരാ, രാജ്യത്ത് അതിന്റെ എന്തെങ്കിലും ഒരു പുരോഗമനം കാണിക്കണം. അല്ലാതെ രാജ്യത്തെ നശിപ്പിക്കുകയല്ല വേണ്ടത്. സത്യം പറഞ്ഞാൽ പേടിയാവുന്നുണ്ട്. ഇനിയും ഈ ടീംസ് തന്നെ വന്നാൽ നമ്മുടെ നോട്ട് തൂക്കി നോക്കി മൂല്യം കാണുന്ന അവസ്ഥ വരുമാവോ?